ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കുലുക്കാൻ കടന്നു വരികയാണ് ആര്? നമ്മുടെ എല്ലാ രോമാഞ്ചമായ ഷക്കീല. ആദ്യമായിട്ടാണ് ജാക്കറ്റ് ഒക്കെ ഇട്ട് ഇന്റർവ്യൂ നിൽക്കണം. ഇത് കംപ്ലീറ്റ് വാടകയ്ക്ക് എടുത്തതാ. മൈക്ക് വെച്ചോ, തുടങ്ങാം. ഇവളിത് എന്ത് ഭാവിച്ച? ഞാൻ അത്രക്കാരനൊന്നുമല്ല. ഭഗവതി, മനഃശക്തി തരാൻ മറന്നു പോവല്ലേ. നീ മനഃശക്തി തന്നില്ലെങ്കിലും ഞാൻ സ്വന്തമായിട്ട് ഇത്തിരി മനഃശക്തി ഉണ്ടാക്കാൻ പോവാ. കിട്ടില്ലോ, കിട്ടി. പോഴുന്നിട്ട് എനിക്കെന്തോ പോലെ. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നത്. പൊതുവെ ഇപ്പൊ ഫാൻസിലുള്ളവര് ലൈവില് ഡി കെ ലൈവില് വരുമ്പോ ഞാനും ഡി കെയുടെ ലൈവില് കേറാറുണ്ട്. മോഡേൺ ആയിട്ട് നമ്മുടെ ജോണി സിൻ അറിയോ? ജോണി സിൻ പിന്നെ എല്ലാവർക്കും എന്നെ മതി ആണ്, പ്ലംബർ ആണ്. അപ്പൊ അവിടത്തെ ഡോക്ടറിന്റെ ഹോസ്പിറ്റലിൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ട് പോവാൻ ഒരു വേക്കൻസി കിട്ടിയ ഡി കെ പോവോ? ഉറപ്പായിട്ടും പോകും. ഡി കെ ഇപ്പൊ പുറത്തൊക്കെ പോകുമ്പോ ഇതുപോലത്തെ മോഡേൺ ഡ്രസ്സാണ് ഇട്ടിട്ട് പോവാറ്? എനിക്ക് കംഫർട്ട് ആയിരുന്നെങ്കിൽ ഞാൻ ഇട്ടിട്ട് പോകും. കാര്യമായിട്ട് സാറ് പറയുകയാണ്, മേലിൽ ഇമാതിരി ഡ്രസ് ഇട്ടുകൊണ്ട് വന്ന് മറ്റുള്ളവരുടെ സേഫ്റ്റി വാൽവ് തകർക്കരുത്. അപ്പൊ ഡി കെ പോലൊരു മോഡൽ പുറത്തോട്ടൊക്കെ പോകുമ്പോ ഈ ആൾക്കാരുടെ ഒരു സമീപനം ഏതൊക്കെ രീതിയിൽ നിന്ന് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട്? ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. എനിക്കൊന്നു പയ്യന്മാരെ കൊണ്ട് പ്രശ്നമൊന്നും തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ് ഇങ്ങനെ നോക്കി നിക്കാറുള്ളത്. ഞാനൊരു പുരുഷനല്ലടാ, ആ നോട്ടത്തിൽ എന്താണ് മനസ്സിലാക്കുന്നത് പൊതുവെ ഇവര് നോക്കുമ്പോ? ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നിക്കുവാണെങ്കിൽ ഓക്കെ, അങ്ങനെയല്ല അവരിങ്ങനെ നോക്കിക്കൊണ്ട് ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്! പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ.